ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിവിടെ പോവാ, അമ്മ ഇവിടെ പോവാ, കുഞ്ഞാപ്പ ഇവിടെ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു സമയം ഒരു 6:30 കഴിഞ്ഞല്ലേ അമ്മേ? ഞങ്ങക്ക് ഇവിടെ ഒരു എൻ്റെ അച്ഛൻ്റെ അനുജന്റെ മകൻ വീട് പണിയുന്നുണ്ട്. അപ്പൊ അവന്റെ വീട് കേറി താമസം എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ വീട് പണി മൊത്തം കഴിച്ചിട്ടില്ല. പാലുകാച്ചല് ഇപ്പൊ പാലുകാച്ചല് നടത്തി അവര് ഗൃഹപ്രവേശ ചടങ്ങ് നടത്തുവാണ്. അത് കഴിഞ്ഞ് വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത മാസം ഫംഗ്ഷൻ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഇത് മേടമല്ലേ അമ്മ? മേടമാസം ആയതുകൊണ്ട് ഇടവത്തിൽ അങ്ങനെ കയറി താമസം വെക്കില്ല എന്നുള്ളൊരു വിചാരം കാരണം ഇപ്പം നിലവില് ഞങ്ങള് ഒരു ചടങ്ങ് പോലെ നടത്തി കേറുവാണ്. അപ്പൊ അതിനു വേണ്ടി പോകുവാണ്. ഇപ്പൊ കേറി താമസിക്കുന്നില്ല, പാല് കാച്ചി ചടങ്ങ് തീർത്തു. നമ്മളവിടെ പോവാണ്. നമ്മളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും മേനിയമ്മയും ഞങ്ങളുടെ തക്കട പന്താരയും അച്ഛനും കൂടാണ് പോകുന്നത്. അപ്പം നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ അമ്മ? അതെ, ബാക്കി ഞങ്ങള് പോകുന്ന വഴിക്കൊക്കെ ഇതൊക്കെ പോയി കണ്ടിരുന്നാലേ നമുക്ക് നമ്മുടേത് വരുമ്പോ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ. അതെ, പിന്നെ രാവിലത്തെ ഈ കുഞ്ഞാപ്പിയും കൊണ്ടുള്ള പോക്കാണ് ഞങ്ങൾക്ക് ഒരു പാട്. പക്ഷെ അവൻ കരഞ്ഞില്ലല്ലോ. ചാടി എഴുന്നേറ്റ് ടാറ്റാന്ന് പറഞ്ഞപ്പോഴേ ഓടിച്ചാടി എഴുന്നേറ്റു. ടാറ്റാക്കാരനാ, ഭയങ്കര ടാറ്റ പോക്കാരന്. ടാറ്റ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഡെയിലി ടാറ്റ പോന്ന് പറഞ്ഞ് ഞാനും അവനോട് ഞങ്ങളുടെ വീടിന്റെ വാതിൽ വരെ എന്നും ഇറങ്ങും. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ടാറ്റ പോവാന്ന് പറഞ്ഞു. ചേച്ചി എവിടെ കേശു നമ്മള് പോണേ? ടാറ്റ പോകുന്നതിന്റെ സന്തോഷം കണ്ടോ ഞങ്ങളുടെ കേശുപിന്നാരിയുടെ? കേശു ടാറ്റ തരാമോ? ഉരുട്ടിയ ടാറ്റ കേശുപിന്നാരിയെ കാണാനാണ് ആൾക്കാർ നിൽക്കുന്നത്. എത്ര കാലമായിട്ടപ്പോ നമ്മളൊരു മാച്ചിങ് ഇട്ടിട്ട് ഞങ്ങളിപ്പോ ഒരു ബന്ധവും ഇല്ലാത്ത പോലെ എപ്പോഴും അഡ്രസ് ഫ്രഷ് അല്ലേ എടുക്കുന്നത്. രണ്ടുപേരും ഓരോ വയസ്സ് എടുക്കണമല്ലോ. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടല്ലോ മാച്ചിങ് ആയിരുന്നു. എല്ലാ കപ്പിൾസും അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് മാറുമ്പോ എന്നാ പറ്റും? മാറുമ്പോ നിനക്ക് ഞാൻ വിട്ടെ. നിനക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ട്? ഉണ്ട്. എനിക്ക് എത്ര ജോഡി ഉണ്ട്? 3 ഷർട്ടും 2 പാന്റും. 3 ഷർട്ടോ? അതെ, എന്നിട്ട് 3 ഷർട്ടേ ഉള്ളന്ന്. ഒരു ദിവസം ഞാൻ തന്നെ എനിക്ക് 4-5 എണ്ണം. അതെ, 3 ഷർട്ട് മാർക്കണ്ടിരിക്കുക ചുമ്മാ. പെട്രോൾ അടിക്കാൻ കയറി ഗൈസ്. നമ്മുടെ വീട് പണിയെ കുറിച്ച് ഒരുപാട് പേര് കമന്റിൽ കൂടെ ചോദിക്കുന്നുണ്ട്, എവിടം വരെ ആയി. വീട് പണിയണമെന്നും ഞങ്ങളുടെ കോൺട്രാക്ടർക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെങ്കില് സാഹചര്യം എന്താന്ന് വെച്ചാല് ബംഗാളികളില്ല അല്ലേ ഡബു? അന്യ സംസ്ഥാന ബംഗാളികൾ പറയാൻ പറ്റില്ല. അതെ, അമ്മാര് ഇലക്ഷന് നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഓരോ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞു പോയൊരു അവസാനം അവിടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ പറയുന്നത്. ചിലര് വരത്തില്ലെന്ന് പറയുന്നു. ചിലർക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ടിക്കറ്റ് കിട്ടുന്നില്ലെന്ന് പറയുന്നു. ടിക്കറ്റ് വരെ എടുത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കോൺട്രാക്ടർമാരുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് അവിടെ പല കാര്യങ്ങളും ഫ്രീ. ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതോടുകൂടി പലർക്കും വരാനുള്ള മൈൻഡ് മാറി. ചിലർക്ക് അപ്പൊ പല കാര്യങ്ങളും അവിടെ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസിന് 500 രൂപ, ഈ പറഞ്ഞ സ്വയം തൊഴിലിന് വേണ്ടി പലിശരഹിത ലോണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ. അങ്ങനെ കുറെ കാര്യങ്ങൾ. സ്ത്രീകൾക്ക് 3000 രൂപ വീതം പെൻഷൻ, അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും അവർക്ക് പോകേണ്ട ആവശ്യമില്ല. ഭയങ്കര പ്രതിസന്ധിയാണ്. നാട്ടില് പണിക്കാരും ഇല്ല. നാട്ടിലെ പണിക്കാരൊക്കെ കയറി ഗൾഫിൽ പോയത്. അതുപോലെ അങ്ങനെയുള്ള പ്രതിസന്ധി കാരണം നമ്മുടെ പരിപാടി ഇപ്പൊ സ്റ്റക്കായിട്ടൊന്നും നിൽക്കുവാണ്. പക്ഷെ അതിനുള്ള വഴി സുമിത്തേട്ടൻ ഉടനെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് പേടിയില്ല. ഇച്ചിരി താമസിച്ചാലും പുള്ളി നന്നായി തന്നെ പണിത്. നമുക്ക് ഓണത്തിന് കയറി താമസിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തില്ല. കാരണം 2 മാസം ഗ്യാപ്പ് വന്നു. 2 മാസം കൊണ്ട് നമുക്ക്
താഴത്തെ നില വാർത്ത് മേളത്തെ പണി തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരുന്നു. അതെ, അതാണ് ഇനി ഒരു ടെൻഷൻ. കാരണം ഞങ്ങോട്ട് മഴ വരുന്നുണ്ട്. പുള്ളിയാണ് തട്ടിക്കൂട്ടി പണിയത്തും ഇല്ല. പുള്ളി അതിന്റെ സമയം എടുത്ത് പണിയുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ആ സമയം എടുത്തോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞത് അതന്നെയാണ്, ചിങ്ങത്തിൽ തന്നെ അതെ, ചിങ്ങത്തിൽ തന്നെ കയറണം നമ്മൾ. എന്ന് വെച്ചാൽ കാണാൻ സുമിത്തേട്ടൻ രക്ഷപ്പെട്ടു, അവര് ചിങ്ങത്തിൽ പണിയണ്ടെന്ന് പറഞ്ഞു പറയണ്ട, എനിക്ക് ചിങ്ങത്തിൽ തന്നെ. അപ്പൊ അതാണ് നമ്മുടെ വീടുപണിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് പേര് കമ്പനിയായിട്ട് ചോദിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അല്ലേ അമ്മേ? എല്ലാരും നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീട് പണിയെ കുറിച്ച്. അതെ, നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, സുമിതേടന്റെ കുഴപ്പം കൊണ്ടുമല്ല. അമ്മേ, ഇന്ന് രാവിലത്തെ അജണ്ട അടുക്കളയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മള് പോവാണ്. അപ്പൊ ഉച്ചക്കത്തെ അജണ്ട അയ്യോ പിടിക്കല്ലേ പിടിക്കല്ലേ എന്നാ പറയുന്നത്. ചേച്ചി താഴെ വീഴും കേട്ടോ. അങ്ങനെ നമുക്ക് ഇരുത്താൻ പറ്റുമോ? ഭയങ്കര വാശിയാ. എനിക്ക് വാശി എന്ന് പറഞ്ഞ വാശിയാ. അവൻ നോക്കുമ്പോ വേറെ ആരും പിടിച്ചില്ലല്ലോ ഇരിക്കുന്നത്, പിന്നെ അവനെ മാത്രം എന്തിനാ പിടിക്കുന്നെന്നാ. അച്ഛമ്മ പിടിക്കാതെ ഇരിക്കുന്നേ, അച്ഛൻ പിടിക്കാതെ ഇരിക്കുന്നേ, അമ്മ പിടിക്കാതെ ഇരിക്കുന്നേ, കേസ്പിനാടിനെ മാത്രം എന്തിനാ പിടിക്കുന്നേ? അങ്ങനെ ആ മുഴുത്ത കുട്ടിയായിരുന്നു. 1 വയസ്സായപ്പോ ഞങ്ങള് വലിയ കുഞ്ഞായിരുന്നു. കുട്ടീന്നാ ഞാൻ പറയേട്ടാ പോയെ. ഞാൻ മുഴുത്ത കുട്ടീന്നാ പറഞ്ഞത്, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ചില സമയത്ത് അപ്പൊ ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഏകദേശം എല്ലാവർക്കും ആയി വരുന്നു. നമുക്ക് ചെന്നിട്ട് വിശേഷം കാണാം. വിളക്ക് കത്തിച്ച് നിലം വെച്ചാ അതാണ് ചേച്ചി, എന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ ഉറക്കത്തിന്ന് എടുത്തോണ്ട് വന്നെന്റെയാ. ഇതെന്റെ അമ്മൂമ്മ പാർക്കുട്ടി. ഇതാണ് വീട്. ഇവനാണ് വീട് പണിയുന്നത്. ഇവന്റെയാണ് വീട്. ഇതാണ് എൻ്റെ ആങ്ങള. ഇതാണ് വീട്. ഇങ്ങനെ പരിപാടിയെല്ലാം തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞു അങ്ങനൊന്നും പറയരുത്. കേറാൻ പോകുന്നതേ ഉള്ളൂ. ചുമ്മാ പറയാ ഗൈസ്, ഞാൻ ഇച്ചിരി താമസിച്ചു. അച്ഛനാണെങ്കിൽ എണീറ്റില്ല. അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞ് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഇവിടെ ചടങ്ങ് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കും. കേശു പുന്നാരിയേ, നമ്മളെവിടാ വന്നേക്കുന്നത്? അച്ചപ്പൊന്ന അമ്പോറ്റി തൊഴുവാ. അമ്പോറ്റി തൊഴുതു. വിളക്ക് കത്തിച്ചാൽ അവൻ അമ്പോറ്റി തൊഴും. അപ്പം പൂട്ടി ഇറങ്ങി കയറാൻ പോവാണ്. കണ്ണാട്ടയ്ക്ക് ഇറങ്ങോടങ്ങാണ് ഗൈസ്. ഫ്രണ്ട് നിൽക്കുന്നതാണ് ചിറ്റ, ശംഭുവിൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. പുറകെ നിൽക്കുന്നത് ചിറ്റയുടെ ചേച്ചി. ഇത് മാനസ് ചേച്ചി, ചിറ്റയുടെ മോൾ, എൻ്റെ ചേച്ചി. ഇത് ശംഭു. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് മനു ചേട്ടൻ. കേസ് പുനേരി. എല്ലാം തീരുമാനമാകുന്നുള്ളൂ ഗൈസ്. രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഇതിങ്ങനെ ഒരു വലത്ത് വെച്ച് വരണം എന്നാണ്. വലത്ത് വെക്കാൻ കൂടെ ഞാൻ പോകുന്നില്ല. ഇപ്പുറത്തോടെ ഇപ്പോൾ വരില്ല. ശരിയായില്ല. കുറച്ച് വിറക് എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് വെക്കണം. എന്നിട്ട് കുറച്ച് കപ്പൂര് അതിനകത്തോട്ട് പൊരിച്ച് അതിനകത്തോട്ട് വെക്കണം. കത്തുന്ന രീതിയിൽ അമ്മ കയറിയിരിക്കുക. നിങ്ങൾ കയറിയിരിക്കുക. നമുക്കത് തീ പിടിപ്പിച്ചോണേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഗണപതി ഹോമം നടന്നതിൻ്റെയാണ്. ഇന്നലെ ആയിരുന്നു, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പറ നിറയ്ക്കുകയാണ്. ശംഭുവാണ് പറ നിറയ്ക്കുന്നത്. കൊരവിടണ്ടേ? നടുക്കാം. കൈകൊണ്ട് പോകും.